ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന് ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നിഖിലിനെയും ഇന്ദ്രനെയാണ് കേട്ടോ. അപ്പം അതെ, എന്താണെങ്കിലും നീ ഒന്ന് സൂക്ഷിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാവും. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറയുന്നല്ല, പക്ഷേങ്കില് അല്ലാതെയും അറിയാലോ, അതാ ഞാൻ പറഞ്ഞത്. ഞാൻ ആരെ ചതിക്കില്ലെന്ന് നിനക്കറിയില്ലേ? ഓ, ശരി ശരി. അപ്പം വേഗം നിഖിലിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു. ഇവൻ ഫോൺ എടുത്തിട്ട്, ഓ ശരി ശരി, അതെ എന്റെ പൊന്നളിയാ, എന്റെ ഒരു പഴയ ഗേൾഫ്രണ്ടേ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യാ, ഞാൻ അവളെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഓ ശരി ശരി, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഇവനെ യാത്രയാക്കി ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാണ് ഇന്ദ്രൻ. അപ്പൊ എങ്ങനെയെങ്കിലും ഇവനെ പുറത്താക്കിയിട്ട് എന്താ പറയാ, പൊന്നുമടത്ത് കയറി പറ്റണം എന്നായി അവന്റെ അടുത്ത ചിന്ത. അപ്പൊ എത്രയും വേഗം തന്നെ അത് തീരുമാനിച്ച് ഉറപ്പിച്ച് ഇവൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ കൂടെ നിന്ന് നിഖിലിനെ കാല് വാരുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അവന്തിക എന്താ പറയാ, അവന്തിക നിഖിൽ എന്ന് പറഞ്ഞ കടലിന്റെ തീരത്ത് എഴുതി. അപ്പൊ തിരമാല വന്ന് മായ്ച്ചു. അത് കഴിഞ്ഞ് അവന്തിക ഇന്ദ്രൻ എന്ന് എഴുതി. അപ്പം അത് മായ്ച്ചില്ല. അവര് ഭയങ്കര സന്തോഷമായിട്ടോ, ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കടൽ തീരത്ത് കിടന്ന് അർമാദിക്കാണ്. പിന്നെ നമ്മൾ കാണുന്നത് പല്ലവിനെയാണ്. അപ്പൊ പല്ലവിക്ക് ചായയും കൊണ്ട് ബേബി ചേച്ചി വന്നു. ഇതാ മോളെ ചായ. അപ്പൊ സേതു വേഗം തന്നെ, ബേബി ചേച്ചി ഇങ്ങ് വന്നേ. എന്താ സേതു? എന്റെ പൊന്നോ, ഈ കുട്ടികളുടെ പേപ്പർ നോക്കുക. അപ്പൊ പിന്നെ ഈ സമയത്ത് ശല്യപ്പെടുത്താൻ പാടില്ല. അതെ, ഇന്ന് രാവിലെ തൊട്ട് നട്ടം ധരിച്ച് നിൽക്കുക. അതെ, എന്ന് സാധാരണ എന്തെങ്കിലും ചോദിക്കുന്ന ഇന്ന് മിണ്ടിയിട്ടേ ഇല്ല. ഇനിയിപ്പൊ കുറച്ച് ദിവസത്തേന് അതെല്ലാം ക്ഷമിച്ചേ പറ്റുള്ളൂ. ഇതൊന്നും പ്രതീക്ഷിക്കേണ്ട. അതെ, മെലഡി, കട്ടൻ ചായ, എന്താ പറയാ, പിന്നെ ഒരു നൊസ്റ്റാൾജിക് സോങ്, അതൊക്കെ പ്രതീക്ഷിച്ചാ മതി. അതെന്താ എന്ന് ചോദിച്ചോ? അതൊന്നും പറയാൻ പറ്റില്ല, രഹസ്യമാ. രഹസ്യ കണ്ടുപിടിക്കും ഞാൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്നെ സംശയിക്കണ്ട, ഞാനല്ലട്ടോ ഉത്തരവാദി. കുറ്റം അങ്ങേരുടെയാ. ആരുടെ? ദൈവത്തിന്റെ. അയ്യ അങ്ങനെ. അതിപ്പൊ ഞാൻ എങ്ങനെ ഈ ബേബിച്ചോട് പറയാ? PMS അത്ര അറിഞ്ഞാ മതി. PMS അതൊരു ബസ്സിന്റെ പേരല്ലേ മോനെ എന്ന് ചോദിച്ചു. ഓ, അത് വഴിയെ മനസ്സിലായിക്കോളും, എന്നെ പോലെ തന്നെ, അത് മതി തൽക്കാലം എന്ന് പറഞ്ഞ സേതു വേഗം സ്കൂട്ടാകാണ് അവിടുന്ന്. അപ്പൊ സ്കൂട്ടായെന്ന് പോകാൻ തുടങ്ങുന്ന സമയത്ത് പല്ലവി, അതെ തിരക്കിലാണോ സേതുട്ടാ എന്ന് ചോദിച്ചു. സേതു എന്നോട് തന്നെയാ ചോദിച്ചത്. അത് തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നാ ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിനെ വിളിച്ച് അടുത്തിരുത്തി. അത് പിന്നെ ഞാൻ ഇരിക്ക സേതു ഏട്ടാ എന്ന് പറഞ്ഞ സേതുവിനെ അടുത്ത് വിളിച്ചിരുത്തി. അപ്പൊ സേതു കസേരലൊക്കെ ഇരുന്നു കേട്ടോ. സേതു എണ്ണ കണക്ക് കൂട്ടാൻ അറിയോ? പിന്നെ ജീവിതത്തിന്റെ കണക്ക് കൂടലാണോ ഉദ്ദേശിച്ചത്? അത് തീരെ അറിയില്ല. ഓ, മറ്റേ കണക്കാണെങ്കിൽ എനിക്കറിയാം. എന്നാലേ എന്നെ ഒന്ന് സഹായിക്കുമോ? സഹായിക്കാലോ. ദേ, ഇതില് ഓരോന്നിന്റെ സൈഡില് ഞാൻ മാർക്കിട്ടിട്ടുണ്ട്. അതൊന്ന് മൊത്തത്തിൽ കൂട്ടി ദാ ഇവിടെ ഒന്ന് എഴുതണം. പറ്റുമോ എന്ന് ചോദിച്ചു. പറ്റും, ചെയ്യാം എന്ന് പറഞ്ഞു. എന്നാലേ തെറ്റരുത് കേട്ടോ. ഒരിക്കലും ഇല്ല, തെറ്റില്ല. എന്നാ പിന്നെ വേഗം തുടങ്ങിക്കോ. അപ്പൊ ഏതോ ഇത് വാങ്ങിയിട്ട് കൂട്ടാൻ തുടങ്ങാനാ. കയ്യും കാലും ഒക്കെ ഉപയോഗിച്ചാണ് കൂട്ടുന്നത് കേട്ടോ. അപ്പം ശരിക്കും നല്ല ചോക്ലേറ്റ് കേട്ടോ സേതു കേട്ടാ. അത് പിന്നെ ഞാനല്ലേ വാങ്ങിയത്. ഈ സമയത്ത് ശരിക്കും ഭയങ്കര മൂഡ് സ്വിങ് ആയിരിക്കും. ഓരോ നിമിഷവും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും മനസ്സ്. സാരമില്ല, പെണ്ണായി പോയില്ലേ, സഹിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, എന്തൊക്കെ പറഞ്ഞാലും ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താന്ന് സേതുവിന് അറിയോ എന്ന് ചോദിച്ചു. അവളെ മനസ്സിലാക്കുന്ന ഒരുവൻ തന്നെയാ അവന്റെ പാർട്ട്ണർ. ശരിക്കും പറഞ്ഞല്ല, അതിൽ കൂടുതൽ ഒന്നും വേണ്ട. സ്നേഹത്തോടെ ഒരു വാക്ക്, സുഖല്ലേ എന്നൊരു അന്വേഷണം, ഒരു ചേർത്ത് പിടിക്കൽ, അത്രയൊക്കെ മതിന്നേ. അതോടെ സ്ത്രീകൾക്ക് ഇതൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. അതിന് പകരം കിട്ടുന്നത് എന്താണെന്നറിയോ? അവജ്ഞ, കുറ്റപ്പെടുത്തൽ, വഴക്ക്, അവഗണന, അത് മാത്രമേ കിട്ടാറുള്ളൂന്നേ. പാവ സ്ത്രീകളാ എല്ലാവരും. അത് അവരുടെ വിധിയാണ് എന്ന് കരുതി എല്ലാം സഹിക്കാം. ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു സേതു. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ ചോക്ലേറ്റ് വാങ്ങിക്കൊണ്ട് തന്നത്. അതുകൊണ്ടാണല്ലോ എന്നെ മനസ്സിലാക്കിയത്. ഈ സമയത്ത് കൂടെ നിൽക്കുന്ന ഒരാളിനെയും ഒരു സ്ത്രീയും മറക്കില്ല ഒരിക്കലും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. നല്ല ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ സേതു ഏട്ടാ. താൻ പോയി കിടന്നു. സേതുവേട്ടനെ ഇത് മൊത്തം ടോട്ടൽ ചെയ്തിട്ടേ പോവാവുള്ളൂ. ചെയ്യോ? ചെയ്യാം. പല്ലവി പറഞ്ഞ ഞാൻ എന്തും ചെയ്യാം. താങ്ക് യു സോ മച്ച് സേതുവേട്ടാ എന്നൊക്കെ പറഞ്ഞ സേതുവിനോട് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് ആള് പോവാൻ തുടങ്ങുക. പിന്നെ സേതുവേട്ടാ എന്താ എന്ന് ചോദിച്ചു. ഗുഡ് നൈറ്റ്.
അപ്പൊ നല്ല സ്വീറ്റ് ആയിട്ടൊരു ഗുഡ് നൈറ്റ് ഒക്കെ കിട്ടിയ സേതുവിന് ഭയങ്കര സന്തോഷമായിട്ടാ. സേതു ഹാപ്പിയായി, അപ്പം പല്ലവി ഹാപ്പിയായി. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്റെ ദൈവമേ, മൂഡ് സ്വിങ്, ചോക്ലേറ്റ്, മെലഡി, എന്റെ ഈശ്വര, അതിനിടയ്ക്ക് മാർക്ക് ടോട്ടൽ ചെയ്യണം. 4 പെണ്ണുങ്ങളും ഞാനും, ഇതെവിടെ ചെന്ന് അവസാനിക്കുവോ എന്റെ ഈശ്വര എന്ന് പറഞ്ഞാണ് സേതുവിന്റെ നിപ്പ്. പിന്നെ നമ്മൾ കാണുന്നത് ഇങ്ങനെ വഴി എന്താ പറയാ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ ഇതിലാണ് കാണുന്നത്. അപ്പൊ ഒരുത്തൻ അങ്ങോട്ടേക്ക് കയറി വരികയാണ്. അപ്പൊ കയറി വന്നു, നേരെ സാരിയുടെ സെക്ഷൻ ഏതാന്ന് ചോദിച്ചു. അപ്പൊ സാരിയുടെ സെക്ഷൻ കാണിച്ചു കൊടുത്തു. ഒരു സാരി അവൻ കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് എടുത്തേ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നിന്ന് ആ സെയിൽസ് ഗേൾ അത് എടുത്തു. എന്നിട്ട് മോളെ ഞാനൊന്ന് ദേഹത്ത് വെച്ച് കാണിച്ചേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് ദേഹത്ത് വെച്ച് കാണിച്ചു. അയ്യേ, ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അവൻ തന്നെ വെക്കാൻ തുടങ്ങി. അതെ, ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, മനസ്സിലായോ? ആര് ദേഹത്ത് തൊട്ടു? നീ സെയിൽസ് അല്ല, പിന്നെ കസ്റ്റമർ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ ചെയ്യണം. സാരി വെക്കടി അവിടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ വേഗം തന്നെ ഇത് കണ്ടുകൊണ്ട് ഋതിക അങ്ങോട്ടേക്ക് വന്നു. എന്താ പ്രശ്നം? താനാരാ? അതാരെങ്കിലും ആയിക്കോട്ടെ, താൻ എന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അതെ, താൻ എന്ത് പണിയാണോ, എന്തിനാണ് ഈ കുട്ടിയോട് മോശമായിട്ട് പെരുമാറിയത് എന്ന് ചോദിച്ചു. പെരുമാറിയിട്ടുണ്ടല്ലോ, താൻ നല്ല അടി മേടിക്കും താൻ എന്ന് പറഞ്ഞു. ഓഹോ, എന്നാ നീ അടിക്കടി എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല, ഋതു നേരെ കൈ ഓങ്ങിയപ്പം അവളുടെ കൈക്ക് കയറി പിടിച്ചു. നിലത്ത് നിന്നില്ലെങ്കിലേ നിന്നെ ഞാനുണ്ടല്ലോ മണ്ടക്കേറ്റും. അപ്പം വിറോ കൈ എന്ന് പറഞ്ഞുകൊണ്ട് എന്നപ്പോഴാണ് നമ്മുടെ കുറുപ്പമാവൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താടോ പ്രശ്നം എന്ന് ചോദിച്ചുകൊണ്ട് കുറുപ്പമാവൻ വന്നു. എന്ത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാലോ, പിന്നെ തനിക്ക് എന്താ പ്രശ്നം? അമ്മവാ, പോലീസിനെ വിളിക്കാം, ഇവനെയൊക്കെ എങ്ങനെയാ കൈകാര്യം ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പിന്നെ പോലീസ് ഞാൻ കുറെ കണ്ടതടി, നീ വെറുതെ എന്താ പറയാ, നീ എന്നെ കുറെ പേടിപ്പിക്കല്ലേ. സാരി വാങ്ങാൻ വന്നാ വാങ്ങിച്ചിട്ടേ പോളൂ. ഇന്നോട് താടി സാരി എന്ന് പറഞ്ഞ ഇവ സാരി തട്ടിപ്പറിച്ചോണ്ട് ഇറങ്ങാണ്. എന്നിട്ട് നാമൊക്കെ കാണാട്ടോ എന്നൂടെ അവളോട് അങ്ങ് പറഞ്ഞു. എന്നിട്ടാണ് ഇറങ്ങുന്നത്. അപ്പൊ കുറുപ്പമാവൻ, മോളെ എന്തിനാ മോളെ ഇവനോടൊക്കെ തട്ടിക്കയറാൻ പോണത്? എന്തിനാ? പേര് കേട്ട ഒരു ക്രിമിനൽ ആവൻ, അതുകൊണ്ട് അയാൾ കാണിക്കുന്ന തോന്നിവാസം മുഴുവൻ നമ്മൾ സഹിക്കണോ എന്നാണോ പറയുന്നത്? മോളെ, ഇത് നമ്മുടെ ടെക്സ്റ്റൈൽസ് ആണ്. ഇത് പല സ്വഭാവക്കാരിവിടെ വരും, അവരോടൊക്കെ വഴക്കുണ്ടാക്കാൻ നിന്നാ അതിനെ നേരം കാണുള്ളൂ. മോക്കറിയാലോ, പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ അതില് ഇടപെടാൻ പാടില്ല എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ കുറച്ചുകൂടി ക്ഷമ കാണിക്കണം എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. വിഷയങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ സ്ഥാപനം തകരാൻ അതൊരു കാരണമാവും. മോക്കറിയാലോ, മോളുടെ അച്ഛൻ മാധവൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥാപനമായതെന്ന്. മോളായിട്ട് അത് നശിപ്പിക്കരുത്. എനിക്ക് ഞാനായിട്ടേ പെരുമാറാൻ പറ്റുമോ? വൃത്തികേട് കാണിക്കുന്നവരോട് ഒരു ദയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. അതുവഴി എന്റെ സ്ഥാപനം പൂട്ടി പോണ്ടി വന്നാൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഋതികയും അങ്ങോട്ടേക്ക് പോയി. ഋതികയ്ക്കും വാശിക്കൊട്ടും കുറവുള്ള ആളല്ലല്ലോ ഋതിക. അപ്പൊ ഋതു അങ്ങ് പോയി. എന്ത് പറയാനാന്ന് ഓർത്ത് കുറുപ്പം അവനെങ്ങനെ നിൽക്കാണ് കാണുന്നത്. പിന്നെ ഇവര് സാരിയുടെ കാര്യം ഡിസ്കസ് ചെയ്യാണ് വീട്ടില്. നമ്മുടെ അച്ചുവും അതുപോലെ തന്നെ സ്വാതിയും ഋതുവും ഉണ്ട് കേട്ടോ. എന്താ പറയുക, വാഴക്കൂമ്പിന്റെ സാരി അത് വേണം, പീക്കൂക്കിന്റെ സാരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. തഞ്ചാവൂരിന്ന് സാരി തയ്ക്കുന്നവരെ കൊണ്ടുവരാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് തയ്പ്പിക്കാം, എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ തയ്പ്പിക്കാലോ എന്ന് പറഞ്ഞു. എന്റെ മനസ്സിൽ കുറെ ഐഡിയ ഉണ്ടെന്ന് പറഞ്ഞ സ്വാതി. അച്ഛൻ ഒന്നും മിണ്ടണില്ല കേട്ടോ. ഇവളെന്താ ഒന്നും മിണ്ടാത്തത്? എന്ത് പറ്റി? നിന്റെ കല്യാണത്തെ കുറിച്ചാണ് ഞങ്ങൾ ഈ സംസാരിക്കുന്നത്, നിനക്കറിയോ വല്ല? നിനക്കൊന്നും പറയാനില്ലേ? കല്യാണമൊക്കെ ആണ് എന്ന് വെച്ച് ഒരുപാട് കാശൊന്നും ചെലവാക്കാൻ നിൽക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. അച്ഛൻ പോയിട്ട് അധികം നാളായില്ല എന്ന് നിങ്ങൾ ഓർക്കണം. എന്റെ പൊന്നു ചേച്ചി, ജീവിതത്തിൽ ഒരിക്കൽ മാത്രമല്ലേ ഇങ്ങനത്തെ ചടങ്ങുകൾ നടക്കുള്ളൂ, അത് നമ്മൾ പരമാവധി ഭംഗിയായിട്ട് തന്നെ നടത്തണ്ടേ എന്ന് ചോദിച്ചു. അച്ഛന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ 3 പേരുടെയും കല്യാണം. അതുകൊണ്ട് നന്നായി നടത്തിയാലേ അച്ഛന്റെ ആത്മാവിന് പോലും അത് സന്തോഷമാവുള്ളൂ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ എന്തെങ്കിലും വേണേ ചെയ്തോ, പക്ഷെ ചെയ്യുന്നത് സേതുവേട്ടനോട് കൂടി ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. സേതുവേട്ടനല്ല, ഈ ഞാനായി കല്യാണം നടത്തുന്നത്. ഒരു സേതുവേട്ടൻ വന്നിരിക്കുന്നു. എന്ന് മുതലാടി ഈ ഏട്ടനുണ്ടായത് പറയുന്നീയും. എനിക്കറിയാം എങ്ങനെ ഈ കല്യാണം നടത്തണം എന്ന്, അതുപോലെ നടക്കുള്ളൂ. എന്തെങ്ങനെ വേണമെന്ന് ഞാൻ തീരുമാനിക്കും. കൂടെ നിന്നോണം നീ, മനസ്സിലായോ? സേതു ഒരു കാഴ്ചക്കാരൻ മാത്രമായിരിക്കും. മാധവ മേനോന്റെയും പൂർണിമയുടെയും മക്കൾക്ക് പുറത്തു നിന്ന് ഒരാളുടെയും സഹായം വേണ്ട എന്നൊന്നിനും എന്ന് എല്ലാവരും അറിയട്ടെ.
സേതു അയാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്ന ആ പെണ്ണും അങ്ങേരും സകലരും ഞാൻ നടത്തുന്ന കല്യാണം കണ്ട ഞെട്ടണം, ഞെട്ടും, ഞാൻ ഞെട്ടിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ പുറത്തുനിന്നൊരു ശബ്ദം, ഇറങ്ങി വാടി എന്ന് പറഞ്ഞു വാതിലേ മുട്ടുന്നു. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, ഇറങ്ങിയ വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ശബ്ദം. ഇതാരാ ഇത് ചേച്ചി, ഇതെന്താ സംഭവം? അപ്പൊ അറിയില്ല. ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ചെല്ലാൻ തുടങ്ങിയപ്പോഴത്തേനും പെട്ടെന്ന് പൂർണിമ വിളിച്ചു, അതെ ഇറങ്ങി പോണ്ട എന്ന് പറഞ്ഞു. ക്രിമിനൽസ് ആണെന്നാ തോന്നുന്നത്, ഡോറ് ചവിട്ടി പൊളിക്കും അവന്മാര്. വേണ്ട മോളെ എന്ന് പറഞ്ഞു. അവന്മാര് പറയണ കേട്ട് മിണ്ടായിരിക്കണമെന്നാണോ? അതിന് ഞാൻ മാധവന്റെ മോളല്ലായിരിക്കണം, വീടങ്ങോട്ട് എന്ന് പറഞ്ഞോണ്ട് ഋതു കൈയും പിടിച്ചിട്ട് നേരെ ഇറങ്ങി ചെല്ലുമ്പോ മറ്റേ ടെക്സ്റ്റൈൽസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ അവൻ കുറച്ച് ഗുഡകളെ ആയിട്ട് ദേ വന്ന് നിൽക്കാണ്. ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്ക് ഈ സാരി വേണ്ട, എനിക്ക് എന്റെ ഇത് കൊള്ളില്ല, ഇത് തിരിച്ചെടുത്തിട്ട് എന്റെ കാശ് കൊടുതാ. എക്സ്ചേഞ്ച് ഒക്കെ കടയില്, ഇത് എന്റെ വീടാ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വന്നതാ. എനിക്കിപ്പൊ തന്നെ എനിക്ക് കാശ് വേണം എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ താൻ എന്ത് ചെയ്യാം? പലതും ഞാൻ ചെയ്യും, തരടോ എന്ന് പറഞ്ഞു. ഇവള് ഫോൺ എടുത്ത് നേരെ പോലീസിനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ഇവൻ എന്താ പറയാ ഇവളുടെ ഫോൺ വാങ്ങിയിട്ട് നിലത്തെടുത്തെറിയാണ് കേട്ടോ. നീ പോലീസിനെ വിളിക്കുന്നോ? അതെ, നമ്മൾ തമ്മിലാ പ്രശ്നം, അതുകൊണ്ട് നമ്മൾ തമ്മിൽ തീർത്താ മതി. അതെ, നീ കഴിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാടി എന്നൊക്കെ പറഞ്ഞു ഇവന്മാര്. അപ്പൊ പല്ലവി ഇറങ്ങി വന്നു. പെണ്ണുങ്ങള് മാത്രം വന്ന് അവളെ വീട്ടിൽ വന്നിട്ട് തോന്നിവാസം കാണിക്കാതെ ഇറങ്ങി പോകുന്നത് നല്ലത്. അതെ, വെറുതെ പേടിപ്പിക്കല്ലേ, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ തന്നെയാ വന്നത്. എന്നാ നീയൊക്കെ അനുഭവിച്ചോ? അതെ, സാരിയുടെ പൈസ തരാതെ പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ ഇവന്മാര് നിൽക്കാണ്. അപ്പൊ സേതുവും അതുപോലെ തന്നെ ഹരിയും ഉണ്ണിക്കുട്ടനും അതുപോലെ തന്നെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കണം, ഒരു ഓംലേറ്റ് ചായ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനിരിക്കുകയാണ് തട്ടുകടയില്. ഈ സമയത്താണ് നമ്മുടെ പല്ലവി ബുദ്ധിപൂർവ്വം വീഡിയോ കോളിൽ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വീഡിയോ കോൾ കണ്ടിട്ട് വീഡിയോ കോൾ ആണല്ലോ, അതും പല്ലവി, എടുക്ക്, കാണാനുള്ള കൊതി കൊണ്ടായിരിക്കും സേതു കേട്ടാ. എന്റെ ഓംലേറ്റ് ക്യാൻസൽ ചെയ്യണോ? വേണ്ട സേതുവേട്ടൻ ഇപ്പൊ ഫോൺ എടുക്കണ്ട എന്ന് പറഞ്ഞു ഹരി. കഴിച്ചിട്ട് എടുത്താൽ മതി, അത് ഐഡിയ എന്ന് പറഞ്ഞു. പക്ഷേ എടുത്തേക്കാം, എന്തെങ്കിലും അത്യാവശ്യത്തിനാണെങ്കിലോ. അപ്പൊ ഫോൺ എടുത്തപ്പം ഹലോ പല്ലവി എന്ന് വിളിച്ചപ്പോഴും ഈ കാഴ്ച കണ്ട് സേതു ഞെട്ടിപ്പോയി. ഈ കുടിയന്മാരെല്ലാം വീട്ടിന്റെ ഫ്രണ്ടിൽ വന്ന് നിന്നിട്ട് ഇവന്മാര് പൈസ താടി എന്ന് പറഞ്ഞ ഒച്ചയ്ക്ക് പറയുന്നതും ഒക്കെ പല്ലവി ബുദ്ധിപൂർവ്വം തന്നെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം സേതു ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ സേതുവിന് ആകെ വെപ്രാളായി. എടാ ഹരി, നീ വേഗം വണ്ടി കയറ. എന്താ സേതു ഏട്ടാ? നീ കയറി, വേഗം പറയാം. അതെ, ശരിക്കും പൈസ കൊടുത്തേക്കണം കേട്ടോ എന്ന് പറഞ്ഞു മിത്രേട്ട എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഇവര് ഹരിയും സേതുവും കൂടി വീട്ടിലേക്ക് പോവാണ്. ഇതെന്ത് പറ്റി സേതുവിന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ? എന്താണ് കാര്യം? അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഉണ്ണിക്കുട്ടനും മിത്രനോട് ഇരിക്കുകയാണ്. ഹരിയും സേതുവും കൂടി നേരെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു കേട്ടോ. അപ്പൊ പൊന്നുമടത്തിലാകെ ഇങ്ങനെ പ്രശ്നങ്ങളാക്കിയിട്ട് ഇവന്മാരിങ്ങനെ നിൽക്കുക കേട്ടോ. ഒരെണ്ണം അടിക്ക എന്ന് പറഞ്ഞു. പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ സേതുവേട്ടൻ എത്തും എന്ന് പല്ലവി ഇവരോട് രഹസ്യത്തിൽ പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം. പിന്നെ നിന്റെയൊക്കെ അഹങ്കാരത്തിന് തിരിച്ചടി തരാൻ പറ്റുന്ന ഒരാള് ആണൊരുത്തൻ താമസിക്കുന്ന വീടായത്. ഇപ്പൊ നിനക്ക് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു. എന്നാ വരാൻ പറ, അവന്റെ ഡെഡ് ബോഡി ഇവിടെ കാണും എന്ന് പറഞ്ഞു. എന്നാ കാണാം. എടേ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവിയുടെ കൈ കയറി പിടിച്ചു. അപ്പത്തേനും ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്ന സമയത്ത് വേഗം തന്നെ സേതുവും ഹരിയും കൂടെ അവിടേക്ക് എത്തിയിട്ടോ. ആരെടാ അത് എന്ന് ചോദിച്ചുകൊണ്ട് വേഗം, ആർക്കടാ സേതുവിന്റെ പല്ലവിയെയും പെങ്ങന്മാരെയും തടാനുള്ള ധൈര്യം ഉള്ളത് എന്ന് ചോദിച്ചോണ്ട് അങ്ങനെയെന്നോ. ഒറ്റ തന്നയ്ക്ക് പറഞ്ഞവന്മാരുണ്ടെങ്കിൽ വാട ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച് സേതു കൂടെ കയറി വന്നപടി ഇവരുടെ നല്ല പൂജ കൂട്ടു കേട്ടോ. ശരിക്കും ഇടി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഇടി കൊടുത്ത് ഇവന്മാരെ അവിടുന്ന് പായിക്കാണ്. അപ്പൊ അവന്മാരെ ലാസ്റ്റ് ജീവനും കൊണ്ട് ഓടുകയാണ്. അപ്പൊ ഓടി കേട്ടോ. അപ്പൊ ഹരി, ഇവനെ തൂക്കിയെടുത്ത് പുറത്ത് കളടാ എന്ന് പറഞ്ഞു. മറ്റവനെയും തൂക്കിയെടുത്ത് പുറത്തേക്ക് വിടുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും സേതു വന്നിട്ട് നേരെ ഋതികയുടെയും അച്ചുവിന്റെയും സ്വാതിന്റെയും നടുക്ക് കയറി ചെന്ന് നിന്നിട്ട് അപ്പൊ അവരെ ചേർത്തിങ്ങ് പിടിച്ചു കേട്ടോ. അപ്പൊ എല്ലാരും ഋതികയ്ക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല, ആൾക്ക് പറയണോ പ്രതികരിക്കണോ എന്ന് അറിയാത്തൊരവസ്ഥ. അതെ, കുടുംബത്തിലെ മാധവ മേനോനെ മരിച്ചിട്ടുള്ളൂ, സേതു മാധവനുണ്ട്. അത് അച്ഛനായും ഏട്ടനായും ഒക്കെ നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേനും പൂർണിമാമയ്ക്ക് ഭയങ്കര സന്തോഷമായി. ആരും ഉപദ്രവിക്കില്ല, വാ കേറി വാ എന്ന് പറഞ്ഞ അവരെയും കൂട്ടിക്കൊണ്ട് നേരെ അകത്തേക്ക് കേറി പോവാണ്. അപ്പൊ പല്ലവിക്കും ഭയങ്കര സന്തോഷായിട്ടാ.
അപ്പൊ ഇവരും കുഞ്ഞു എന്താ പറയാ പഞ്ചപുച്ചടക്കിയ പോലെ കുഞ്ഞു പിള്ളേരെ പോലെ പുറകെ ചെന്നു. അപ്പൊ സേതു കയറി ചെന്നു, കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അതെ അവന്മാരുടെ വരവ് കണ്ടിട്ട് അവന്മാരുടെ പിറകിൽ മറ്റാരോ എന്തോ കളി ഉണ്ടെന്നാ തോന്നുന്നത്. അതിന്റെ പിന്നില് എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അല്ലെങ്കിൽ ഇത്രയും ധൈര്യത്തിൽ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കില്ല അവന്മാര്. ലക്ഷ്യം നിങ്ങളല്ല മറ്റെന്തോ ആണ് എന്ന് സേതു പറഞ്ഞു. എന്തായാലും കുറെ നാളായി ഒരു തല്ല് നടത്തിയിട്ട് അവന്മാരെ ഇന്ന് സാധിച്ചു തോന്നുമല്ലോ ഇതാ മുക്കിത്തുള്ളെന്ന്. അല്ല ചുമ്മാ വെറുതെ ഒരു സന്തോഷത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഋതികയുടെ അടുത്തേക്ക് സേതു പതുക്കെ ചെന്നിട്ട് മോളെ എന്ന് വിളിച്ചു. അതെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അതെന്നെ ഒന്ന് അറിയിക്കണം, അല്ല എന്താ അത് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇത് ഒന്നും വേണ്ടിയില്ല, ആ പഞ്ചപുച്ചടക്കാൻ നിൽക്കുന്ന ആൾക്ക് ദേഷ്യവും ശുണ്ടിയും ഒന്നുമില്ല. പല്ലവിയുടെ കോള് വന്നില്ലായിരുന്നെങ്കിൽ അവന്മാർ ഇവിടെ വന്ന് കയറി നിരങ്ങിയിട്ട് പോവില്ലായിരുന്നോ എന്ന് ചോദിച്ചു. നീ എന്താ ഇങ്ങനെയായി പോയത്? സാരമില്ല പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സേതു അവരെ ചേർത്ത് പിടുത്തത് തന്നെയാണ് ചെയ്തത്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു അഗെയിൻ.